നമസ്കാരം. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ആകാശഗംഗയുടെ മധ്യഭാഗത്ത് ഭീമാകാരമായ ഒരു തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ നിലനിൽക്കുന്നു എന്നാണ് പതിറ്റാണ്ടുകളായി ജ്യോതിശാസ്ത്ര ലോകം വിശ്വസിച്ച് പോരുന്നത്. സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം അതിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണം കൊണ്ട് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെയും വാതക പടലങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നതായിരുന്നു പൊതുവെയുള്ള നിഗമനം. എന്നാൽ ഈ ധാരണയെ തിരുത്തിക്കുറിക്കുന്ന പുതിയൊരു ഗവേഷണ ഫലം മന്ത്ലി നോട്ടീസസ് ഓഫ് ദി റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ യഥാർത്ഥത്തിൽ ഒരു തമോഗർത്തമല്ല, മറിച്ച് ഡാർക്ക് മാറ്റർ അതിസാന്ദ്രമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്നാണ് ഈ അന്താരാഷ്ട്ര ശാസ്ത്ര സംഘം വാദിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗം പിണ്ഡവും നിയന്ത്രിക്കുന്ന ഈ നിഗൂഢ പദാർത്ഥത്തിന് ഒരു തമോഗർത്തത്തിന് തുല്യമായ ഗുരുത്വാകർഷണ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുമെന്നും അത് നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെയും ഗാലക്സികളുടെ മൊത്തത്തിലുള്ള ചലനത്തെയും ഒരുപോലെ വിശദീകരിക്കുന്നുവെന്നും ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നു. ആകാശഗംഗയുടെ കേന്ദ്രത്തിനടുത്തുള്ള എസ് സ്റ്റാർസ് എന്ന് വിളിക്കപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ അതിവേഗത്തിലുള്ള ഭ്രമണപഥങ്ങളാണ് തമോഗർത്തത്തിൻ്റെ സാന്നിധ്യത്തിന് തെളിവായി ഗവേഷകർ ഇതുവരെയും ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ കാർലോസ് അർഗ്യൂലിയസ്, വാലന്റീന ക്രെസ്പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അവതരിപ്പിക്കുന്ന ഒരു പുതിയ മാതൃക പ്രകാരം ഭാരം കുറഞ്ഞ ഫെർമിയോണുകൾ കൊണ്ട് നിർമ്മിതമായ ഡാർക്ക് മാറ്റർ ഗാലക്സിയുടെ മധ്യഭാഗത്ത് അതിസാന്ദ്രമായ ഒരു കേന്ദ്രവും അതിനു ചുറ്റും വിപുലമായ ഒരു പരിവേഷവും നിർമ്മിക്കുന്നു. ഈ സാന്ദ്രമായ കേന്ദ്രത്തിന് ഒരു തമോഗർത്തത്തിന് തുല്യമായ ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുവാൻ കഴിയുന്നതിനാൽ നക്ഷത്രങ്ങളുടെയും വാതകപടലങ്ങളുടെയും സഞ്ചാരപഥം തമോഗർത്ത സിദ്ധാന്തത്തിന് സമാനമായി തന്നെ നിലനിൽക്കുന്നു. ഇതോടെ കേന്ദ്രത്തിലെ പിണ്ഡവും ഗാലക്സിയുടെ പുറംഭാഗത്തെ ഭ്രമണവേഗതയും ഒരേ പദാർത്ഥത്തിൻ്റെ രണ്ട് വ്യത്യസ്ത അവസ്ഥകളാണെന്ന് ഒരൊറ്റ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുവാൻ ഇവർക്ക് സാധിച്ചു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ ദൗത്യത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഗവേഷണത്തിന് അടിത്തറയായത്. ഗാലക്സിയുടെ പുറംഭാഗത്തുള്ള നക്ഷത്രങ്ങളുടെ വേഗത കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം കുറയുന്തോറും ക്രമേണ കുറയുന്ന പ്രതിഭാസം ഫെർമിയോണിക് ശ്യാമദ്രവ്യ മാതൃകയിലൂടെ കൃത്യമായി വിശദീകരിക്കുവാൻ കഴിയുമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു. പരമ്പരാഗതമായ തമോഗർത്ത സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗാലക്സിയുടെ കേന്ദ്രത്തിലെ അതിസാന്ദ്രമായ ഭാഗവും പുറം വലയത്തിലെ കുറഞ്ഞ സാന്ദ്രതയുള്ള ഭാഗവും ഒരേ പദാർത്ഥത്തിൻ്റെ തുടർച്ചയായ ഘടനയാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. അതായത് കേന്ദ്രത്തിലെ ഭീമൻ വസ്തുവും ഗാലക്സിയുടെ പുറംഭാഗത്തുള്ള പിണ്ഡവും ഒരേ ശ്യാമദ്രവ്യത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ഈ കണ്ടെത്തലിലെ ഏറ്റവും വിസ്മയകരമായ വശം തമോഗർത്തങ്ങളുടെ നിഴൽ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് പുറത്തുവിട്ട സജിറ്റേറിയസ് എ സ്റ്റാറിൻ്റെ വിഖ്യാതമായ ചിത്രം തമോഗർത്തത്തിൻ്റെതായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതിസാന്ദ്രമായ ഡാർക്ക് മാറ്ററിന് കേന്ദ്രത്തിൻ്റെ പ്രകാശത്തെ വക്രീകരിക്കാനുള്ള കഴിവുണ്ടെന്നും ഇത് തമോഗർത്തത്തിൻ്റെ നിഴലിന് സമാനമായ ഒരു ഇരുണ്ട ഭാഗവും അതിനു ചുറ്റുമുള്ള ഒരു തിളക്കമുള്ള ഒരു ഭാഗവും സൃഷ്ടിക്കുമെന്നും ശാസ്ത്രജ്ഞർ തെളിയിച്ചു. അതിനാൽ തന്നെ നിലവിലുള്ള ചിത്രങ്ങൾ ഈ ശ്യാമദ്രവ്യ സിദ്ധാന്തത്തെയും പിന്താങ്ങുന്നവയാണ്. തമോഗർത്തങ്ങളെപ്പോലെ ഇതിനൊരു ഇവൻ ഹൊറൈസൺ അഥവാ തിരിച്ചുപോക്കില്ലാത്ത അതിർത്തി ഇല്ലാത്തതിനാൽ ഇത്തരം ഒരു കേന്ദ്രത്തെ തിരിച്ചറിയുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എങ്കിലും യഥാർത്ഥത്തിൽ അവിടെയുള്ളത് തമോഗർത്തമാണോ അതോ ഡാർക്ക് മാറ്റർ കേന്ദ്രമാണോ എന്ന് തിരിച്ചറിയുവാൻ ചില വഴികൾ ഗവേഷകർ നിർദ്ദേശിക്കുന്നുണ്ട്. തമോഗർത്തങ്ങൾക്ക് ചുറ്റും പ്രകാശം ഒന്നിലധികം തവണ ഭ്രമണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോൺ റിങ്ങുകൾ ഡാർക്ക് മാറ്റർ കേന്ദ്രങ്ങളിൽ ഉണ്ടാകില്ല. ചിലിയിലെ വെരി ലാർജ് ടെലസ്കോപ്പിലുള്ള ഗ്രാവിറ്റി പോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ പാത കൂടുതൽ കൃത്യമായി നിരീക്ഷിക്കുന്നതിലൂടെയും ഈ ഫോട്ടോൺ റിങ്ങുകളിലൂടെ സാന്നിധ്യം പരിശോധിക്കുന്നതിലൂടെയും വരും കാലങ്ങളിൽ സത്യം വെളിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശഗംഗയുടെ ഹൃദയഭാഗത്ത് ഡാർക്ക് മാറ്റർ ആണെന്ന് ഉറപ്പിക്കപ്പെട്ടാൽ അത് പ്രപഞ്ചത്തെക്കുറിച്ചും തമോഗർത്തത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അടിസ്ഥാന ധാരണകളെ തന്നെ മാറ്റിമറിക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.